എല്ലാ മാന്യ സ്നേഹിതർക്കും സ്നേഹവന്ദനങ്ങൾ. ശ്രീ മാത്യു സാമുവേൽ പെന്തക്കോസ്ത് പ്രവർത്തനങ്ങളെക്കുറിച്ചും അവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ചും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തിറക്കുകയുണ്ടായി. അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ നല്ലവണ്ണം പഠനം നടത്തി തന്നെയാണ് വീഡിയോസ് പുറത്തിറക്കുന്നത് എന്നാണ് എൻ്റെ ധാരണ. എന്നാൽ ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകളിൽ അപാകതകൾ വന്നിട്ടുണ്ട്. അതെല്ലാം മനുഷ്യർക്കും വരുന്നത് തന്നെയാണ്. ഒന്ന്, പഞ്ചാബിൽ വലിയൊരു ഉണർവ് നടക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ചില വീഡിയോസ് പുറത്തിറക്കിയിരുന്നു. പഞ്ചാബിൽ നിന്ന് പല ദൈവദാസന്മാരും എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അവിടെ അത്തരത്തിൽ യാതൊരു ഉണർവും സംഭവിക്കുന്നില്ല, അവകൾ വ്യാജമായി പറഞ്ഞ് പരത്തുന്നതാണ് എന്നും അതിന്റെ ചില വസ്തുതകളെ കുറിച്ച് അവർ വരുന്ന ദിവസങ്ങളിൽ സംസാരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വിഷയം ചർച്ചയ്ക്ക് പിന്നീട് വെക്കാം. ഇപ്പോഴത്തേത് കേരളത്തിൽ പെന്തക്കോസ്ത് സഭയുടെ വളർച്ചയും അതിനോട് ബന്ധപ്പെട്ട അവരുടെ രാഷ്ട്രീയവും എന്ന നിലയിൽ പെന്തക്കോസ്റ്റുകാർ ക്രിസംഖികളാണ് എന്ന നിലയിൽ ഒരു പരാമർശം ശ്രീ മാത്യു സാമുവേൽ ഇറക്കിയിരുന്നു. അതിൽ അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്ന ഒരു 3-4 കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു 4 പോയിന്റായിട്ട് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ആദ്യത്തെ അദ്ദേഹത്തിനൊരു പരാമർശം, പണ്ടത്തെ പെന്തക്കോസ്തുകാർ റോഡിൽ കൂകി വിളിക്കുമായിരുന്നു അത്രേ. ആ ഒരു പദപ്രയോഗം അദ്ദേഹം ഉപയോഗിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നത് ഏതാണ്ടോ കുറഞ്ഞൊരു പ്രവൃത്തിയായിട്ടാണ് ശ്രീ മാത്യു സാമുവേലിന്റെ പദപ്രയോഗത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. മാത്യു സാമുവേൽ അറിയേണ്ടുന്നൊരു കാര്യം, ഈ കൂകി വിളിക്കാനുള്ള പദ്ധതി പെന്തക്കോസ്റ്റുകാരുടെ സ്വയം നിർമ്മിതമായ ഒരു ഇടപാടല്ല. പെന്തക്കോസ്റ്റുകാർ കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ്. യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളെയും ജീവിത രീതിയെയും അങ്ങനെ തന്നെ ഒപ്പിയെടുക്കുവാനും അങ്ങനെ തന്നെ അനുഗമിക്കുവാനും വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങളിൽ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരാണ്. അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണ് എന്നതിനർത്ഥമില്ല. പക്ഷേ അവരുടെ ഉപദേശ സംവിധാനമെല്ലാം അത്തരത്തിൽ ഒരു നിലപാടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശവും, യേശു വന്നു തന്റെ ദൗത്യം പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ഇനി തനിക്കായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി മടങ്ങി വരും എന്ന് ക്രിസ്തുവും ക്രിസ്തുവിന്റെ ശിഷ്യന്മാരും വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ക്രിസ്തുവിന്റെ പുനരാഗമനാനന്തരം തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പോൾ ജനം കാര്യം തിരിച്ചറിയാൻ പാകത്തിന് അവരെ വിശ്വസിപ്പിക്കത്തക്ക നിലയിൽ, അവർക്ക് കാര്യം മനസ്സിലാകത്തക്ക നിലയിൽ പ്രസംഗിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന എല്ലാവർക്കുമുണ്ട്. അപ്പോൾ ആ പദ്ധതിയാണ് ഞങ്ങൾ റോഡ് വക്കിലൊക്കെ നിന്ന് കൂകി വിളിക്കുന്നത്. അത് താങ്കളെ പോലെയുള്ള നാമധേയ ക്രൈസ്തവർക്ക് കാണുമ്പോൾ ചൊറിയുന്നതിന് കാരണം, താങ്കൾ തിരുവഴുത്തോ ക്രിസ്തുവിനെയോ പരിശുദ്ധാത്മാവിനെയോ ഒന്നുമല്ല സ്വീകരിക്കുന്നത്, സഭയെയാണ് സ്വീകരിക്കുന്നത്. അതൊരു സംഘടനയാണ്. അതിന്റെ വക്താക്കളാണ് താങ്കളും അതുപോലുള്ള ആൾക്കാരൊക്കെ. ഷാജിനായാലും അങ്ങനെ തന്നെയാണ്. ഷാജിൻ സ്കറിയയ്ക്കും എന്താണ് ക്രിസ്തു എന്ന് പ്രത്യേകിച്ച് ബോധ്യമൊന്നുമില്ല. അയാളും പറയുന്നത് ഇതേ കണക്കിനൊക്കെ തന്നെയാണ്. ക്രിസ്ത്യാനിയാണോ എന്ന് കേട്ടാലാണ്, എന്നാൽ ഗുണമുണ്ടോ എന്ന് കേട്ടാലില്ല. നായ്ക്കോലം കെട്ടിയാൽ കുരയ്ക്കണം, നായ്ക്കൾക്ക് അപമാനമാകരുത് എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട്. അതവിടെ കിടക്കട്ടെ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. അപ്പോൾ യേശുക്രിസ്തു തന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്ന ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്ന മഹാദൗത്യമാണ് സുവിശേഷ പ്രസംഗം. അത് ഒരു ഗ്രൂപ്പേ ചെയ്യുന്നുള്ളൂ, അത് പെന്തക്കോസ്തുകാരാണ്. താങ്കൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, മറ്റിതര സഭകളിൽ നിന്ന് ആൾക്കാർ പെന്തക്കോസ്റ്റിലേക്ക് ഒഴുകുന്നതിന് കാരണം അവർക്കൊരു സ്പിരിച്വൽ വാക്വം ഫീൽ ചെയ്യുന്നു. ആ വാക്വം തൃപ്തികരമായ നിലയിൽ ഫുൾഫിൽ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അതിന് പരിഹാരമുണ്ടാകുന്നത് പെന്തക്കോസ്റ്റിലേക്കാണ് പോകുന്നതെന്ന്
താങ്കൾ പറയാതെ പറഞ്ഞു വെച്ചു. അപ്പോൾ അത്തരത്തിൽ ഇറങ്ങിപ്പോകുന്ന ആൾക്കാർ ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി പോട്ടയിൽ ഒരു ധ്യാന കേന്ദ്രം ഉണ്ടായി. പിന്നീട് മുരിങ്ങൂരിൽ ഒരു ഡിവൈൻ ധ്യാന കേന്ദ്രം ഉണ്ടായി. പിൽക്കാലത്ത് ആദ്യമൊക്കെ അവർ ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറഞ്ഞ് പെന്തക്കോസ്റ്റിന്റെ ഒരു ഭാവം നടിക്കാൻ ശ്രമിച്ചെങ്കിലും പിൽക്കാലത്ത് അവർ അവരുടെ വിഗ്രഹാരാധനയും മറിയമണക്കവും കൊന്തഞ്ഞെക്കലും ഒക്കെ അവകളിൽ ആരംഭിച്ചു. ഇപ്പൊ ജനം അവിടെ തിരിഞ്ഞു നോക്കാത്തൊരു അനുഭവത്തിലേക്ക് എത്തി. ഇന്നും ജനം പെന്തക്കോസ്റ്റിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കാരണം ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ എന്നാണ് വചനം പറയുന്നത്. ദാഹമുള്ള ജനം നിശ്ചയമായും അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സംവിധാനങ്ങൾ വിട്ട് മറ്റിടങ്ങളിലേക്ക് പോകും എന്നതിന് യാതൊരു സംശയവും വേണ്ട. അല്ലാതെ സ്പിരിച്വൽ തേഴ്സ്റ്റ് ഇല്ലാതെ, ദാഹമില്ലാതെ, ചുമ്മാതെ എനിക്ക് സഭയാണ് എല്ലാം ഓക്കെയാണെന്ന് പറഞ്ഞ് നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ കെട്ടിക്കിടക്കുന്നിടത്ത് തന്നെ കെട്ടിക്കിടക്കും. അവർ ഒഴുകാൻ തയ്യാറല്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ റോഡ് വക്കത്ത് നിന്ന് വിളിക്കുന്നു, ഒച്ച വെക്കുന്നു എന്നൊക്കെ പറയുന്നത്. അച്ഛന്മാർക്ക് ഇപ്പൊ ഏറെക്കുറെ മനസ്സിലായി തുടങ്ങി പെന്തക്കോസ്റ്റുകാർ ചെയ്യുന്ന ഈ കാര്യം വളരെ ശരിയായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൾക്കാർ കത്തോലിക്ക സഭയിൽ നിന്ന് അടക്കം പെന്തക്കോസ്റ്റിലേക്ക് ഒഴുകുന്നതിനെ തടസ്സം ചെയ്യാൻ പൂവണ്ണത്തിൽ അച്ഛനും ടീമുകളും ഒരു പുതിയ അടവുമായി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതാണ് പരസ്യയോഗം. അച്ഛനവിടെ പെന്തക്കോസ്റ്റുകാർ പറയുന്ന പോലെ പവർ പവർ എന്നൊക്കെ പറയാൻ ശ്രമിക്കുക. ആ പറയുന്ന പവറിന് തന്നെ വലിയ പവർ ഇല്ല. അപ്പൊ അച്ഛന്റെ വിചാരം ആൾക്കാരൊക്കെ പെന്തക്കോസ്റ്റിലേക്ക് വന്ന ഈ പവർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് അച്ഛൻ പവർ എന്നൊക്കെ അടിച്ചു നോക്കുന്നത്. നല്ല രസമാണ്. പിന്നെ പാട്ടാണ് ഇത്. എന്റെ ചിന്ത ശരിയാണെങ്കിൽ ഞാൻ അത് കണ്ടതിൽ നിന്നും ലോറിയിൽ ഒരു നല്ല സ്റ്റേജൊക്കെ സെറ്റ് ചെയ്തവർ പോകുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് AC അടക്കം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കൊള്ളാം പൂവണ്ണത്തിൽ അച്ഛന്റെ പരസ്യയോഗം. ഞങ്ങളൊക്കെ റോഡിൽ ചെന്ന് മഴ നനഞ്ഞും വെയിൽ കൊണ്ടും ഏറ് കൊണ്ടും തെറിവിളി കേട്ടും ആണ് ഈ പരസ്യയോഗം ചെയ്യുന്നത്. പൂവണ്ണത്തിൽ പതുക്കെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. AC വെച്ച ലോറിയിൽ പുറത്തിറങ്ങി യേശു നല്ലവൻ, പവർ എന്നൊക്കെ പറഞ്ഞ് ഉടായ്പുമായിട്ട് ഇറങ്ങിയിരിക്കുക. ഈ ഉടായ്പുകൾ കൊണ്ടൊന്നും ജനത്തിന് തൃപ്തി വരില്ല എന്ന വസ്തുത മാത്യു സാമുവേലും തിരിച്ചറിയുന്നത് നല്ലതാണ്, പൂവണ്ണത്തിലും തിരിച്ചറിയുന്നത് നല്ലതാണ്. അപ്പൊ പൂവണ്ണത്തിൽ വളരെ റിസ്ക് എടുക്കുന്നുണ്ട് ജനം രക്ഷിക്കപ്പെടാതിരിക്കാൻ, ജനത്തെ മറിയയുടെ പ്രതിമയുടെ കീഴിൽ തളച്ചിടുവാൻ പൂവണ്ണത്തിലും കാപ്പിപ്പൊടി അച്ഛനും ഒക്കെ വളരെ ഭംഗിയായി ശ്രമിക്കുന്നുണ്ട്. ഇത് ആരൊക്കെ ശ്രമിച്ചാലും, സാക്ഷാൽ ലൂസിഫർ നേരിട്ട് വന്ന് ശ്രമിച്ചാലും വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പോൾ അത് ഒരിക്കലും ആർക്കും തടയാൻ കഴിയുന്ന ഒരു കാര്യമൊന്നുമല്ല. ജനം ക്രിസ്തുവിങ്കലേക്ക് നടന്നു നീങ്ങുന്നത്, ജനം രക്ഷിക്കപ്പെടുന്നത് ആർക്കും തടയാൻ കഴിയുന്ന ഒരു പ്രതിഭാസമല്ല. അപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞു വന്നത്. റോഡിൽ നിന്ന് പെന്തക്കോസ്റ്റുകാർ വിളിച്ചു കൂകുന്നു. അപ്പൊ വിളിച്ചു കൂകുന്നതിൽ അവര് പറയുന്നു പോലും മറ്റു കൂട്ടരിലെല്ലാം പിശാചുക്കളാണെന്ന് പെന്തക്കോസ്റ്റുകാർ റോഡിൽ വിളിച്ചു കൂകിയിരുന്നു പണ്ട് എന്നും, അതുകൊണ്ടാണ് BJP-ക്കാർ ക്രിസ്ത്യാനിക്കെതിരായതെന്നും, ഇപ്പോഴുള്ളവർ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാണെന്നും ഇപ്പോൾ അവരങ്ങനെ പറയുന്നില്ല എന്നുമൊക്കെയാണ് മാത്യു സാമുവേലിന്റെ വിലയിരുത്തൽ. ഇതൊക്കെ തെറ്റായ വിലയിരുത്തലുകളാണ്. വചനത്തിനകത്തുള്ള കാര്യങ്ങൾ, വിഗ്രഹാരാധന തെറ്റെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കത്തോലിക്കനും അതുപോലെ തന്നെ ഇവിടെയുള്ള ഹൈന്ദവനും വിരയിളകുന്നതിൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. നമ്മൾ ബൈബിളിൽ പറയുന്ന കാര്യമാണ് പറയുന്നത്. അത് പറയുമ്പോൾ ഹൈന്ദവന് മാത്രമല്ല പിരിവെട്ടുന്നത് ഈ പറഞ്ഞ കത്തോലിക്കനും അങ്ങനെ തന്നെയാണ്. കാരണം അവനും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ബൈബിളിൽ ചെയ്യരുതെന്ന് പറയുന്നതെല്ലാം കൃത്യമായി ചെയ്യുന്ന വർഗത്തിൽപ്പെട്ടത് തന്നെയാണ് കത്തോലിക്കൻ അടക്കമുള്ളത്. അപ്പോൾ അത് പുറത്തു പറയുമ്പോൾ പ്രയാസം ഉണ്ടാകുന്നതിൽ നമുക്കൊന്നും പറയാനില്ല, ശത്രുക്കൾ ഉണ്ടാകുന്നതിലും നമുക്കൊന്നും പറയാനില്ല. നമുക്കിത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കർത്താവ് പറഞ്ഞത് ഈ ലോകം നിങ്ങൾക്ക് ശത്രുക്കളാകും, അവർ നിങ്ങളെ കൊല്ലുമെന്ന് തന്നെയാണ്. അതുകൊണ്ട് അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ജനം ശക്തി പ്രാപിച്ച് സാക്ഷികളാകാൻ ഇറങ്ങിയിരിക്കുന്നത്. അവരെ ഒന്നും ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാമെന്നൊന്നും കരുതുന്നതിൽ അർത്ഥമില്ല. പിന്നെ ഇപ്പോൾ പെന്തക്കോസ്റ്റിലേക്ക് ജനം ഒഴുകുന്നത് രണ്ട് രീതിയിലാണ്.
അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രോഗസൗഖ്യത്തിലേക്ക് പോകുന്നവരാ. രോഗസൗഖ്യത്തിന് ഷെഡ് വെച്ച് കെട്ടി നടത്തുന്ന ന്യൂജനിൽ അധികവും ക്രിസ്തുവുമായി ബന്ധമില്ലാത്തതാണ്. കാത്തലിക്കിന്റെയോ നാമധേയ സഭകളുടെയോ മറ്റൊരു പതിപ്പാണ്. അതൊക്കെ ഒരു കുടുംബത്തിന്റെയോ അവരോട് ചേർന്ന് നിൽക്കുന്ന ചില കുടുംബങ്ങളുടെയോ അരിവാങ്ങൽ വിഷയം നടക്കുമെന്നല്ലാതെ അവകൾക്കും ക്രിസ്തുവുമായി പറയത്തക്ക ബന്ധം കാണുന്നില്ല. രണ്ടാമതൊന്ന് നമ്മൾ കാണുന്നത് പ്രസ്ഥാനങ്ങളായി വലുതായി നിൽക്കുന്ന സഭകളാണ്. അവകളിൽ ഒരു ചെറിയ വിഭാഗം ജനത്തെ കർത്താവിലേക്ക് നടത്തുന്നുണ്ട്, ജനത്തെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അതിന്റെ മറുവിഭാഗം രാഷ്ട്രീയവും പരിപാടികളുമായി, സഭാ രാഷ്ട്രീയമാണ് ഞാൻ ഉദ്ദേശിച്ചത്, നടക്കുന്നുണ്ട്. അതും അപലപനീയമാണ്. അതും തൽക്കാലം അവിടെ നിൽക്കട്ടെ. മറ്റൊരു കാര്യം, ഒരു 30-40 വർഷങ്ങൾക്ക് മുമ്പിൽ പെന്തക്കോസ്തുകാരെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നതിൽ അന്നത്തെ ഗുണ്ടമാരായി നടന്നിരുന്നവരിൽ അധികം പേരും ഇന്ന് പെന്തക്കോസ്തുകാരാണെന്നൊരു പരാമർശവും ശ്രീ മാത്യു സാമുവേൽ നടത്തിയിരുന്നു. അതിന്റെ അർത്ഥം അവരെയൊക്കെ പെന്തക്കോസ്തുകാർ വിരട്ടി പിടിച്ചുകൊണ്ടുവന്നതല്ല. പെന്തക്കോസ്തുകാർ പറയുന്ന ക്രിസ്തുവിൽ സത്യമുണ്ടെന്ന തിരിച്ചറിവാണ് മനുഷ്യനെ ഉപദ്രവിച്ചുകൊണ്ട് നടന്നിരുന്ന ഇവരൊക്കെ ഇന്ന് പ്രസംഗകരായി മാറിയത്. ഇതിൽ നിന്നും ശ്രീ മാത്യു സാമുവേൽ നല്ലൊരു നിലയിൽ തന്നെ പഠനം നടത്തിയിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അത് റോമൻ കാത്തലിക്കിൽ നിന്നായാലും മറ്റിതര നാമധേയ സഭകളിൽ നിന്നായാലും ഹൈന്ദവരായാലും ഇസ്ലാമിൽ നിന്നായാലും ഇനി ഒന്നിലും വിശ്വസിക്കാതെ നടന്നിരുന്ന ആൾക്കാരായാലും യേശുക്രിസ്തുവിനെ കേൾക്കാനും അതിനെക്കുറിച്ചൊന്ന് ശ്രദ്ധിക്കാനും ഇതെന്താടാ യൗമാരി പറയുന്ന കാര്യം, ഇതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിക്കാനെങ്കിലും മനസ്സ് വച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും യേശുവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, രക്ഷകനെ സ്വീകരിച്ചിട്ടുമുണ്ട്. അതാണ് ഇന്ന് കാണുന്ന ഒരു പറ്റം ദൈവദാസന്മാരുടെ കൂട്ടം എന്ന് പറയുന്നത്. അതാണ് അവരെയൊക്കെ തലവെട്ടിക്കളയുമെന്ന് പറഞ്ഞാലും തിന്നാൻ കൊടുക്കുകയില്ലെന്ന് പറഞ്ഞാലും അവരാരും ക്രിസ്തുവിനെ ഉപേക്ഷിക്കില്ല. ഹർവാപ്പസി പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അവരൊന്നും ക്രിസ്തുവിനെ കളയില്ല. കാരണം അവർ ക്രിസ്തുവിനെ രക്ഷകനായി ശരിക്കും രുചിച്ചറിഞ്ഞ് വിശ്വസിച്ചതാണ്. അല്ലാതെ എന്തെങ്കിലും സോപ്പ് ചീപ്പ് സാൽവേഷനിലൂടെ അവർ വന്നതല്ല. ഉപദേശിമാർക്ക് മാസശമ്പളം കൊടുത്തവർ വന്നതല്ല. ഇവിടെ ആരെങ്കിലും പെണ്ണീട്ടി കൊടുക്കാമെന്ന് പറഞ്ഞു വന്നതല്ല. സംവരണം കൊടുക്കാമെന്ന് പറഞ്ഞു വന്നതല്ല. എന്തെങ്കിലും ഉദ്ദേശങ്ങൾക്ക് വേണ്ടി വന്നതല്ല. രക്ഷകനെ അവരെല്ലാം സ്വീകരിച്ചത് നിത്യജീവൻ പ്രാപിക്കാമെന്ന തികഞ്ഞ ഉറപ്പിന്മേലാണ്. അതുകൊണ്ട് അവരുടെ പ്രത്യാശയെ നശിപ്പിക്കാൻ ഭരണകൂടങ്ങൾക്കാവില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. 2, ഒരു കാലത്ത് ദൈവസഭയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നവർ ഇക്കാലത്ത് ദൈവസഭയുടെ ഭാഗമായി മാറിയത് അതിലെ സത്യം തിരിച്ചറിഞ്ഞിട്ടാണെന്ന വസ്തുതയും ശ്രീ മാത്യു സാമുവേൽ അറിയുകയും ചെയ്യണം. അത് താങ്കളുടെ വീഡിയോസിൽ പറയുകയും ചെയ്യണം. ഇനി ഒടുവിലത്തെ കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. ഒടുവിലത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇതിൽ പ്രധാനമായത് രാഷ്ട്രീയമാണ്. സിറിയൻ ക്രിസ്ത്യൻസിൽ നിന്ന് പെന്തക്കോസ്റ്റിലേക്ക് ഒഴുകിയവർ എല്ലാവരും കോൺഗ്രസ്സുകാരായിരുന്നു എന്നും ദളിതർ വിഭാഗത്തിൽ നിന്ന് പെന്തക്കോസ്റ്റിലേക്ക് വന്നവർ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എന്നും ഇപ്പോൾ ഇവരെല്ലാവരും BJP-യിലേക്ക് മൂവ് ചെയ്യുന്നു എന്നുമാണ് ശ്രീ മാത്യു സാമുവേലിന്റെ പരാമർശം. ഇത് ഒരു പരിധിവരെ മാത്രമാണ് ശരി. പെന്തക്കോസ്റ്റിന്റെ ഒരു പ്രത്യേകത, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്താങ്ങികളല്ല അവർ. മാത്രവുമല്ല, പെന്തക്കോസ്റ്റിന്റെ പ്രത്യേകതകൾ ശ്രദ്ധിക്കണം. അവർ നിത്യജീവൻ മാത്രമാണ് ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൗമികമായ വിഷയങ്ങളിൽ അവർക്ക് സ്കൂൾ നിർമ്മാണം വിഷയമല്ല, കോളേജ് നിർമ്മാണം വിഷയമല്ല, ബിസിനസ് സ്ഥാപനങ്ങൾ വിഷയമല്ല. അതുകൊണ്ട് തന്നെ സംവരണം അവർക്കൊരു വിഷയമല്ല. ഇവറ്റകളൊന്നും അവരെ ബാധിക്കാത്തിടത്തോളം ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരന്റെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കേണ്ടുന്ന ഒരു ഗതികേട് അവന് വരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. എന്ന് വെച്ച് നമ്മൾ ഭരണാധിപന്മാരെ അംഗീകരിക്കുന്നില്ലെന്ന് അതില്ല അതിന്റെ അർത്ഥം. ഭരണങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കണമെന്നും അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കണമെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ബൈബിൾ പറയുമ്പോൾ മറ്റൊരു മതക്കാരനും ചെയ്യാത്തത്ര ആത്മാർത്ഥതയോടെ ഭരണത്തിന് കീഴ്പ്പെട്ടിരിക്കുകയും
ഭരണാധിപന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മറ്റൊരു സമൂഹം ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ഞങ്ങൾക്ക് കഴിയും. അതുപോലെ തന്നെ യാതൊരു ഉപദ്രവകരമായ പരിപാടികളും പെന്തക്കോസ്റ്റുകാരുടെ ഭാഗത്ത് നിന്ന് സമൂഹത്തിന് ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ പെന്തക്കോസ്റ്റുകാരുടെ ഒരു കൂടിവരവ് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ, ഒരു കൺവെൻഷൻ എവിടെയെങ്കിലും ഉണ്ടായാൽ ഒരു പോലീസുകാരന്റെ പോലും ആവശ്യം നമുക്കവിടെ വരുന്നില്ല. കാരണം ജനം സമാധാനപരമായി വരുന്നു, അവരുടെ ആത്മീയ കാര്യങ്ങൾ ഇടപെടുന്നു, അവർ പോകുന്നു. അതിനപ്പുറം ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാഷ്ട്രീയത്തെക്കുറിച്ച് മാത്യു സാമുവേൽ പരാമർശിച്ച കാര്യം. പെന്തക്കോസ്റ്റ് സഭകൾ എന്ന് പറയുന്നത് അവർക്ക് ഒരു തലവനല്ല ഉള്ളത് എന്നത് ആദ്യം അറിഞ്ഞിരിക്കണം. പെന്തക്കോസ്റ്റ് എന്നത് പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന ഗ്രൂപ്പിന് പറയുന്ന പേരാണ്. അപ്പോൾ തന്നെ ഈ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്ക് വ്യക്തിപരമായിട്ടാണ് ദൈവവുമായി ബന്ധം. പ്രസ്ഥാനവുമായിട്ടല്ല അവർ സമർപ്പിതരായിരിക്കുന്നത്, പ്രസ്ഥാനവുമായിട്ടല്ല അവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടത്. പേഴ്സണലായിട്ട്, വ്യക്തിപരമായിട്ട് ക്രിസ്തുവുമായിട്ടാണ് ബന്ധം. അതുകൊണ്ട് തന്നെ അവരുടെ ഭൗതിക വിഷയങ്ങളിൽ അവരാർക്ക് വോട്ടിടണം എന്ന് പറയാനുള്ള അനുവാദം അവരാർക്കും കൊടുത്തിട്ടില്ല. ഞാനൊരു പെന്തക്കോസ്റ്റ് പാസ്റ്ററാണ്. എൻ്റെ ഭാര്യയോട് പോലും ആർക്ക് വോട്ടിടണമെന്ന് ഞാൻ പറയാറില്ല. അതിനുള്ള അധികാരം എനിക്കില്ലെന്ന് എനിക്കറിയാം. ഞാനത് പറയാറുമില്ല. വീട്ടിൽ ആരോടും പറയാറില്ല. അവരവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ടിടാനുള്ള അനുവാദമുണ്ട്. അങ്ങനെയുള്ളൊരു ഗ്രൂപ്പാണ് ഞങ്ങൾ പെന്തക്കോസ്റ്റുകാർ. അതുകൊണ്ട് തന്നെ ഒരു ഉപദേശിക്കും ചർച്ചിൽ അനൗൺസ് ചെയ്യാൻ പറ്റില്ല ഇന്നയാൾക്ക് വോട്ട് കൊടുക്കണമെന്ന്. അടുത്ത ആഴ്ച അയാൾ സഭ വിട്ടു പോകേണ്ടതായി വരും. അപ്പോൾ തന്നെ മാത്യു സാമുവേൽ പറയുന്നത് കേട്ടു, പെന്തക്കോസ്റ്റുകാർക്ക് ഇന്ത്യ ഗവൺമെന്റ് ഇസ്രായേലിന് അനുകൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റിനോടൊരു താല്പര്യം, അതുകൊണ്ടാണ് മോഡിയോടൊരു താല്പര്യം. ഒരിക്കലുമല്ല. പെന്തക്കോസ്റ്റുകാരൻ നിങ്ങളൊരു സർവേ നടത്തി നോക്കിയാൽ അറിയാം എത്ര പേർ ഇസ്രായേലിൽ യുദ്ധം നടക്കുന്ന കാര്യം അറിഞ്ഞിരിക്കുന്നു എന്ന്. അതിൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് എവിടാണ് എന്നും ട്രംപിന്റെ സ്റ്റാൻഡ് എവിടാണ് എന്നും അറിഞ്ഞിരിക്കുന്നവർ തുലവും കുറവാണ്. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. പെന്തക്കോസ്റ്റുകാരിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ വിശ്വസിക്കുന്നവരായിട്ട് ഒരു ഗ്രൂപ്പുമില്ല. അവരവർക്ക് ഇഷ്ടമുള്ളതിൽ വിശ്വസിക്കാം, ഇഷ്ടമുള്ളതിൽ വോട്ടിടാം. അതൊന്നും ഒരു വിഷയമേ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് പെന്തക്കോസ്റ്റുകാരെല്ലാവരും കൂടി മോദിയെ സ്വീകരിക്കാൻ നിൽക്കുന്നതെന്നൊന്നും കരുതണ്ട. പിന്നെ ഒരു കാര്യം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാം ഒരു തീവ്രവാദ ഗ്രൂപ്പാണെന്നും എതിർ ക്രിസ്തു ഇതിൽ നിന്ന് തന്നെയാണ് വരുന്നതെന്നും ക്രിസ്തുവിലൂടെ ജനം രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ചെകുത്താനുണ്ടാക്കിയ കൃത്യമായൊരു മതമാണ് ഇസ്ലാം എന്നും ഈ മോഡി ഭരണ കാലഘട്ടത്തിലാണ് പെന്തക്കോസ്റ്റുകാർ ഒരുവിധം ആഴത്തിൽ ഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള ഗ്രൂപ്പുകളെ നിർമ്മാർജ്ജനം ചെയ്തതും ഇവരുടെ തീവ്രവാദത്തിന് കൂച്ചുവിലങ്ങിട്ടതും മോദിയാണ് എന്ന നിലയിൽ മോദിയോട് സ്വാഭാവികമായും ക്രൈസ്തവർക്ക് അല്ലെങ്കിൽ പെന്തക്കോസ്റ്റുകാർക്കൊരു താല്പര്യമുണ്ട്. അത് വോട്ടായി മറിയുമോ എന്നൊന്നും എനിക്കറിയില്ല. അടുത്ത വിഷയത്തിലേക്ക് കൊണ്ടുവന്നാൽ ഷോൺ ജോർജിലോ മറ്റേതൊക്കെ ക്രൈസ്തവ പേരുകളിൽ പെന്തക്കോസ്റ്റുകാർക്ക് നോട്ടമുണ്ടെന്നൊക്കെ പറയുന്നത് തികഞ്ഞ ഘോഷത്തരമാണ്. അങ്ങനെ ആരിലേക്കും പെന്തക്കോസ്റ്റുകാർ തിരിയുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. അവനവൻ അപ്പോൾ തോന്നുന്നയാൾക്ക് അവരോട്ട് കൊടുക്കും. അത് കോൺഗ്രസിനായാലും കമ്മ്യൂണിസ്റ്റിനായാലും BJPക്കായാലും സ്വതന്ത്രനായാലും. എന്നാൽ BJPക്ക് അത്ര തൃപ്തിയോടുകൂടി വോട്ടിടത്തക്ക നിലയിലേക്ക് പെന്തക്കോസ്റ്റ് സമൂഹം ഉണർന്നിട്ടില്ലെന്നാണ് ഞാൻ ഗ്രഹിക്കുന്നത്. ഏതായാലും ശ്രീ മാത്യു സാമുവേൽ പറഞ്ഞ് അവസാനിപ്പിച്ചൊരു കാര്യം ഇങ്ങനെയാണ്. പെന്തക്കോസ്റ്റിലെ നേതാക്കളെ കണ്ട് അവരെ പാട്ടിലാക്കാൻ കഴിഞ്ഞാൽ, അവർക്ക് സീറ്റ് കൊടുക്കാൻ കഴിഞ്ഞാൽ എന്നുള്ളതൊക്കെ അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞാൽ പെന്തക്കോസ്റ്റുകാർ അടപടലം BJPയുടെ കൂടെ നിൽക്കുമെന്നാണ് മാത്യു സാമുവേലിന്റെ സംസാരത്തിന്റെ ഒരു അർത്ഥം. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. ഞാൻ നേരത്തെ ഓർപ്പിച്ചു, പെന്തക്കോസ്റ്റുകാർക്ക് ഒരു സംഘടനയല്ല, നൂറുകണക്കിന് സംഘടനകളും. ഇതിൽ തലയെടുപ്പുള്ള സംഘടനകൾ ഒരു 3-4 ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് IPC ആണ്, 2 അസംബ്ലീസ് ഓഫ് ഗോഡ്, 3 ചർച്ച് ഓഫ് ഗോഡ്, 4 ഷാരോൺ, ഇങ്ങനെ പോകും ചർച്ചുകൾ. ഇതിൽ IPCയുടെ തലപ്പത്തിരിക്കുന്നത് പാസ്റ്റർ KC തോമസ് ആണ്. അദ്ദേഹം ഒരിക്കലും ഇന്ന പാർട്ടിക്ക് വോട്ടിടാൻ ഒരിക്കലും പറയില്ല.
ഈ തലതൊട്ടപ്പന്മാരായി നിൽക്കുന്നതിൽ ഉയർന്നു നിൽക്കുന്ന ചർച്ചിൽ ഒന്നാണ് IPC എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ ജനറൽ കൺവെൻഷന് രാഷ്ട്രീയക്കാർ വരാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഇത് തന്നെ അതിനകത്ത് അമർഷം ഉണ്ടാക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ഥാപക നേതാവായിരുന്ന പാസ്റ്റർ KE എബ്രഹാം പണ്ട് കൺവെൻഷന് പുരയ്ക്ക് തൂണ് നാട്ടാൻ കുഴി കുത്താൻ ചെന്ന ചെറുക്കനോട് അവൻ രക്ഷിക്കപ്പെടാത്തത് കൊണ്ടും പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്തത് കൊണ്ടും കുഴി കുത്തണ്ട എന്ന് പറഞ്ഞൊരു ചരിത്രമുണ്ട്. കാലം കഴിഞ്ഞ് കൊച്ചുമക്കളുടെ കാലം എത്തിയപ്പോൾ രാഷ്ട്രീയക്കാരെ വേദികളിൽ കയറ്റിയത് ഒട്ടും താല്പര്യമില്ലാത്ത IPCക്കാർ ഇന്നും നിലനിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് കയറി ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ടിടാൻ പറഞ്ഞാൽ പ്രശ്നമുണ്ടാകുമെന്നതിന് സംശയം വേണ്ട. ആരും അത് ഉൾക്കൊള്ളുകയുമില്ല. 2 അസംബ്ലീസ് ഓഫ് ഗോഡാണ്. അസംബ്ലീസ് ഓഫ് ഗോഡും ഇതുപോലെ തന്നെ വേദിയിൽ രാഷ്ട്രീയക്കാർക്ക് അനുവാദം കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പിണറായിയൊക്കെ ചെന്നിരുന്നു. അപ്പോൾ അതിന്റെ നേതാവായിട്ടിരിക്കുന്നത് പാസ്റ്റർ TJ സാമുവേലാണ്. അദ്ദേഹവും ഒരിക്കലും ഇന്ന പാർട്ടിക്ക് വോട്ടിടാൻ പറയത്തില്ല. പറയാനുള്ള റൈറ്റ് അവർക്കില്ല. പറഞ്ഞാലൊട്ട് ജനം കേൾക്കുകയുമില്ല. ചർച്ച് ഓഫ് ഗോഡിന്റെ തലപ്പത്ത് പാസ്റ്റർ Y റെജിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നേരത്തെ പാസ്റ്റർ CC തോമസ് ആയിരുന്നു. പാസ്റ്റർ CC തോമസിന്റെ കാലം വരെ ഒരു രാഷ്ട്രീയക്കാരെയും വേദികളിൽ കൊണ്ടുവരികയോ അവർക്ക് പ്രസംഗിക്കാനോ അനുമോദനം പറയാനോ ആശംസ പറയാനോ അനുശോചനം പറയാനോ ഒന്നും അവർക്ക് കൊടുത്തിരുന്നില്ല. Y റെജി പാസ്റ്ററും അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വേദികളിൽ സംസാരിക്കാൻ പോലും അനുവദിക്കാത്ത സഭകൾ ഇന്നയാൾക്ക് വോട്ടിടാൻ പറയുമെന്ന് മാത്യു സാമുവേൽ സ്വപ്നം കാണുന്നെങ്കിൽ അത് വെറും പെക്കിനാവ് മാത്രമാണ്. അതിനെ നടക്കാൻ പോകുന്ന സ്വപ്നമായി കാണണ്ട. ചുരുക്കി പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ഭരണക്കാരുടെയും ഭരണം കൊള്ളാമെന്ന് വരികിൽ പെന്തക്കോസ്തുകാർ അവർ വോട്ട് ചെയ്യും. പെന്തക്കോസ്തുകാരെ സ്വാധീനിച്ചാൽ ജയിച്ചോളാമെന്നും ആരും കാണണ്ട. പെന്തക്കോസ്തുകാർ എക്കാലത്തും സ്വതന്ത്രരാണ്. അവർ സ്വതന്ത്ര ചിന്തയുള്ളവരാണ്. അവർക്ക് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന അതേ സ്വാതന്ത്ര്യം വിശുദ്ധ വേദപുസ്തകവും അനുവദിച്ചിട്ടുണ്ട്. അവകളെ ഇന്ന് ഒരു സഭയും കൂച്ചുവിലം കിട്ടിട്ടില്ല. പള്ളിയിലച്ചന്മാർ പറയുന്നത് പോലെ ഇന്നയാൾക്ക് വോട്ട് കൊടുക്കാൻ പറയുമ്പോൾ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഏറാമൂളികളല്ല പെന്തക്കോസ്തുകാരെന്ന വസ്തുത തിരിച്ചറിഞ്ഞിരിക്കണം. ശുശ്രൂഷകരെന്ന നിലയിൽ ഞങ്ങൾക്കൊക്കെ വിശ്വാസികളുടെ മേഖലയിലുള്ള സ്വാധീനം ആത്മീക സ്വാധീനം മാത്രമാണ്. അതിനപ്പുറത്തേക്കൊരു സ്വാധീനത്തിന് ഒരു ഉപദേശിയും ശ്രമിക്കുന്നില്ല. ശ്രമിച്ചാലൊട്ട് വിശ്വാസി അത് അംഗീകരിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിനകത്ത് ആളിത്ര കൂടുതലുണ്ട് എന്ന് പറഞ്ഞ് ഇസ്ലാമികളെയോ ഹിന്ദുക്കളെയോ മറ്റിതര ജാതികളെയോ നിങ്ങൾ സ്വാധീനിക്കാൻ സമീപിക്കുന്നത് പോലെ പെന്തക്കോസ്തുകാരെ സ്വാധീനിക്കാൻ സമീപിക്കേണ്ടതില്ല. ഞങ്ങൾ അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെയും കൂടെ നിൽക്കുന്നവരല്ല. അപ്പോൾ നന്മ ഏതാണെന്ന് തോന്നുന്നുവോ, ആർക്ക് വോട്ട് കൊടുക്കുവാൻ ഓരോരുത്തർക്കും തോന്നുന്നുവോ അവർക്കായിരിക്കും കൊടുക്കുക. അല്ലാതെ ഞങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ആൾക്കാരല്ല. എല്ലാ രാഷ്ട്രീയക്കാരോടും ഞങ്ങൾക്ക് സ്നേഹമാണ്. എല്ലാവരോടും ബഹുമാനമാണ്. ഭരിക്കാൻ വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് കീഴടങ്ങിയിരിക്കുകയും ചെയ്യും എന്നതിനും സംശയം വേണ്ട. അതുകൊണ്ട് ആരും നമ്മളെ സ്വാധീനിക്കാമെന്ന് കരുതണ്ട. പിന്നെ ബൈബിളുമായി ബന്ധമില്ലാത്തതും ക്രിസ്തുവുമായി ബന്ധമില്ലാത്തതുമായ ഏതെങ്കിലും പെന്തക്കോസ്തുകാർ നിങ്ങളുടെ തിണ്ണ ഞരങ്ങി നടക്കുന്നു എങ്കിൽ, നിങ്ങളുടെ കാലുമുത്തി നടക്കുന്നു എങ്കിൽ, നിങ്ങൾ പറയുന്നത് പോലെ ആളെ നിർത്തിത്തരാമെന്ന് പറയുന്നുവെങ്കിൽ അത് അവരുടെ കയ്യിലുള്ള ഒരു 10-500 പേരെ ചിലപ്പോൾ നിങ്ങളുടെ കീഴിൽ നിർത്തിത്തരാൻ കഴിയുമായിരിക്കും. പക്ഷെ രക്ഷിക്കപ്പെട്ട ആരും, ഒറിജിനൽ പെന്തക്കോസ്തുകാരും നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ കൊടി പിടിക്കാനും വരില്ല, നിങ്ങൾക്ക് കൂക്ക് വിളിക്കാനും വരില്ല, ജാഥ പറയാനും വരില്ല, ഒന്നിനും വരില്ല. ഇലക്ഷൻ അവർ വരും. അവരുടെ മാന്യത പ്രകാരം ആർക്ക് കൊടുക്കണമെന്ന് ബോധ്യം അവർക്കുണ്ട്. അത് കൊടുക്കും. അവർ മടങ്ങിപ്പോകും. കാര്യം മനസ്സിലായി കാണും എന്ന് പ്രത്യാശിക്കുന്നു. പെന്തക്കോസ്റ്റ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് വരുവാനുള്ള ഒരു കാലത്തിന് വേണ്ടിയാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു രക്ഷകനായി വരും എന്ന് ഞങ്ങൾ വിശ്വസിച്ച് പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് ഈ നാട്ടിലെ എല്ലാവരെയും, ഈ സംസാരം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ക്രിസ്തുവിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. താങ്കളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയും യേശു ക്രിസ്തു
പിഴയടച്ചിരിക്കുന്നു. ആ യേശുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറഞ്ഞാൽ താങ്കൾക്കും ദൈവമകനാകാം, ദൈവമകളാകാം, നിത്യതയ്ക്ക് ഒരുങ്ങാം. ഈ ലോകത്തിലെ സകല സംവിധാനങ്ങളും തീരുവാൻ സമയമായി. ഈ ലോകരാജ്യം അസ്തമിക്കാറായി. നമ്മൾ ഇന്ന് കാണുന്നതെല്ലാം അഴിയാൻ സമയമെടുത്തിരിക്കുന്നു. അതുകൊണ്ട് മാനസാന്തരപ്പെടുക, നിത്യതയ്ക്ക് ഒരുങ്ങുക. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.